എന്നാ പിന്നെ നാട്ടു നടപ്പനുസരിച്ച് പെണ്ണിന് ചെറുക്കൻ എന്തെങ്കിലും സംസാരിക്കണോട്ടേക്ക് ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. അത് സാരല്ലേ, അവനവിടെ ഇരുന്നോട്ടെ, നമുക്ക് അവിടെ ഇരിക്കാം. ഞാൻ ആംബുലൻസ് ഡ്രൈവറാണ്, അറിയാലോ അല്ലേ? ചേട്ടൻ കഴിക്കുവോ? അല്പസ്വല്പമൊക്കെ വല്ലപ്പോഴും. അല്ല, ഞാൻ ഒരു ഓപ്പൺ ടൈപ്പാണേ. ഓ, അതിനെന്താ? അല്ല, ദിവസം എന്ത് കിട്ടും? ആംബുലൻസ് ഓടി കിട്ടുന്ന ആണെങ്കിൽ ഒരു ചെലവെല്ലാം കഴിഞ്ഞ് ഒരു 2000 രൂപ കിട്ടും. ഈ ആംബുലൻസ് ഓടുന്നത് അല്ലാണ്ട് നമുക്ക് വല്ല വീടോ സ്ഥലോ? ഒരു 5 സെന്റ് ഉണ്ട്, അതില് 2 ബെഡ്റൂമുള്ള വീടും ഉണ്ട്. അതാരുടെ പേരിലേട്ടാ? അത് അച്ഛന്റെ പേരില. അച്ഛൻ എത്ര വയസ്സായി? 64. എന്നാലും വല്ല പണിക്കൊക്കെ പോവായിരിക്കും അല്ലേ? ഇനി ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ആ ചേട്ടാ, എനിക്ക് എത്ര കിട്ടും? Bro, mean dowry? ഏതായി കഴിപ്പണം കേട്ടവൻ? അതെന്റെ ബെസ്റ്റിയാ. ബെസ്റ്റി? അച്ഛൻ എന്താ ജോലി? അച്ഛനങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. ഈ വീട് വാടകയ്ക്കല്ലേ? ഏതോരെ പഠിച്ചു? BSc ട്രൈ ചെയ്തു. കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. കെട്ടാൻ വരുന്നവന്റെ അണ്ടർവെയർ മുതൽ അരഞ്ഞാണച്ചരടിന്റെ കണക്ക് ഒരിടത്തോണം കേട്ടാ. നിങ്ങൾ ഒരു 100ന്റെ 2 നോട്ടുണ്ടോ? 200 മതിയെട്. അതെ, ഈ നിരത്തി വെച്ചെങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു 100-150 രൂപ വില വരുള്ളൂ. ഇത് 200 ഉണ്ട്, ബാക്കി 50 അച്ഛനും മോളും കൂടെ തിന്നോ. ഇരിക്കേട്ടാ, പറയട്ടെ. എന്റെ പൊന്നു കേട്ടാ, മോളെ കെട്ടിച്ചോടുമ്പോഴേ സ്വർണ്ണവും പണമൊന്നും കൊടുത്തുവിടെയൊന്നും വേണ്ട. കയറി ചെല്ലുന്ന വീട്ടിൽ അച്ഛനും അമ്മയും നോക്കുകയും വേണ്ട. അവര് നോക്കാൻ ഞങ്ങളൊന്ന് അനുഭവിച്ചു തന്നാൽ മതി കേട്ടോ. നല്ല ബെസ്റ്റ് തന്ത. നിങ്ങൾ വാ.